2024 ഏറ്റവും ആദ്യത്തെ ഇവൻ്റാണ് മാർച്ചിൽ വരാൻ പോകുന്നത്. ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് 6 പുതിയ പ്രൊഡക്ട്സുകളും റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽസും നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇയർ മാക്ബുക്കിൻ്റെ M3 വെച്ചിട്ടുള്ള പ്രോ റിലീസായി. ഇനി അതിൻ്റെ ഒരു എയർ റിലീസാവും. ഈ ഒരു ഡിവൈസ് സെയിം 13 ഇഞ്ചും അതേപോലെ 15 ഇഞ്ചിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് 8GB 256GB സ്റ്റോറേജുമാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് വരുന്നത്. പ്രൈസ് റേഞ്ചിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ സെയിം ലാസ്റ്റ് ഇയർ വന്ന അതേ സെയിം പ്രൈസിൽ തന്നെ ആയിരിക്കും ഈ ഒരു ഡിവൈസും വരാൻ പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുന്നതും ഈ പറഞ്ഞ കളേഴ്സിലും നമുക്ക് പുതിയ മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐപാഡ് പ്രോയാണ്. 2018 ശേഷം ഇപ്പോഴാണ് ആപ്പിൾ ഈ പറഞ്ഞ ഐപാഡ് പ്രോവിന് ഒരു അഴിച്ചുപണി ഡിസൈനിൽ ഒരു അഴിച്ചുപണി നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് റീഡിസൈൻഡ് ആയ ലുക്ക് ഈ പറഞ്ഞ ഐപാഡ് പ്രോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ iPhone 15 കണ്ട പോലെ അല്ലെങ്കിൽ 15 പ്രോയിലൊക്കെ കണ്ട പോലെ റേ ട്രേസിങ്ങും അതേപോലെ തന്നെ നമുക്ക് മെറ്റൽ എഫക്ട്സും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഗെയിമിങ് നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ഐപാഡിൽ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത്. ആൻഡ് 12.9 ഇഞ്ചിൽ നിന്ന് 13 ഇഞ്ചിലേക്ക് ഐപാഡ് വലുതാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഐപാഡിൽ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ തിന്നറായിട്ടുള്ള ബെസലായിരിക്കും ഈ പറഞ്ഞ ഐപാഡിൽ വരുന്നത്. ലാസ്റ്റ് ഇയർ ഐപാഡ് 10th ജനറേഷനിലൊക്കെ റിലീസ് ആയപ്പോൾ ഈ ഒരു ക്യാമറ, അതായത് നമ്മുടെ ഐപാഡ് M1 എയറിലൊക്കെ പൊക്കത്താണ് ക്യാമറ വരുന്നത്. ഈ ഐപാഡ് പ്രോയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ട് നടുക്കായിരിക്കും ക്യാമറ വരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കോൾസിനും വീഡിയോ റെക്കോർഡ്സിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ആ ഒരു അലൈൻമെൻറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 11 ഇഞ്ച് വരുന്നത് $1000 അതേപോലെ 13 ഇഞ്ച് വരാൻ പോകുന്നത് $1200 ആ ഒരു പ്രൈസ് വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഹൈക്കിങ് ഈ പറഞ്ഞ പുതിയ ഐപാഡ് പ്രോയിൽ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റാണ് ഒരു ആപ്പിൾ പെൻസിൽ 3rd ജനറേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് റിലീസായ എല്ലാ ആപ്പിൾ പെൻസിലും വെച്ച് നോക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ പെൻസിൽ 2nd ജനറേഷനാണ്. നമുക്കൊരു USB-C ടൈപ്പ് വന്നില്ലേ, അതൊരു പുതിയ ജനറേഷൻ അല്ല. നമുക്കതൊരു ഫേസ് ലിഫ്റ്റ് എന്നുള്ള പേരിലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇനി വരാൻ പോകുന്നതാണ് ഒരു 3rd ജനറേഷൻ ആപ്പിൾ പെൻസിൽ എന്ന് പറയുന്നത്. അതോടൊപ്പം ആപ്പിൾ പെൻസിലിലെ ഈ ഒരു പുതിയ ജനറേഷനിൽ ഏറ്റവും ആദ്യമായിട്ട് ആപ്പിൾ പെൻസിൽ ഒന്നും ഇല്ലാത്ത ഒരു പുതിയ ഫീച്ചർ വരുന്നുണ്ട്. അതാണ് ഫൈൻഡ് മൈ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഒരു ആപ്പിൾ പെൻസിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇനി ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഐപാഡിൻ്റെ ആ ഒരു പുതിയ പെൻസിലിന് ഫൈൻഡ് മൈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എവിടെ വെച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഐപാഡിൻ്റെ 2nd ജനറേഷൻ അല്ലെങ്കിൽ ആപ്പിൾ പെൻസിൽ 2nd ജനറേഷനൊക്കെ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഈ പറഞ്ഞ ടിപ്പ് മാറ്റാൻ പറ്റും. ടിപ്പിന് ഏകദേശം 2000 രൂപ എന്തോ കിട്ടും. 4 ടിപ്പോ 3 ടിപ്പോ നമുക്ക് ലഭിക്കും. ഈ ടിപ്പ് നമുക്ക് പിന്നെയും തിരിച്ചിടാൻ പറ്റും. അതേപോലെ തന്നെ അല്ലാതെ നമുക്ക് മാഗ്നറ്റിക്കലായിട്ട് നമുക്ക് ഈ പറഞ്ഞ ടിപ്സ് മാറ്റിടാൻ പറ്റും. സോ കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ടിപ്പ് വേണമെങ്കിൽ നമുക്ക് അതിടാം. അതേപോലെ തിന്നറായിട്ടുള്ള ടിപ്പ് വേണമെങ്കിൽ അതിടാം. അത് കുറച്ചും കൂടി ഈ പറഞ്ഞ ഐപാഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ആർട്ടിസ്റ്റുമാർ അതേപോലെ ആർക്കിടെക്ചർ ചെയ്യുന്നവർ വരക്കുന്നവർ അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഈ ടിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു യൂട്ടിലിറ്റി കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ആപ്പിൾ പെൻസിലിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത് ഏകദേശം $150 ആ ഒരു പ്രൈസ് റേഞ്ച് വരാൻ പോകുന്നത്. നമ്മുടെ നാലാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റീഡിസൈൻഡായ അല്ലെങ്കിൽ ഒന്നും കൂടെ അഴിച്ചു പണിഞ്ഞിട്ടുള്ള ഒരു മാജിക് കീബോർഡിലാണ്. ഈ ഒരു മാജിക് കീബോർഡിന് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ആപ്പിളിൻ്റെ മാജിക് കീബോർഡിൻ്റെ ഫ്രെയിം, നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഫ്രെയിം വരുന്നത് അലൂമിനിയത്തിലാണ്. ബാക്കിൽ ഐപാഡിൻ്റെ ബാക്കിൽ വരുന്ന പോർഷൻ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ചോദിക്കും, ഈ പറഞ്ഞ പ്ലാസ്റ്റിക് വന്നിട്ടും എന്തിനാ ഈ പ്രൈസ് കൂട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ഭാഗത്തിൽ മാക്സേഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വിട്ടുപോയ കാര്യം, ഐപാഡ് പ്രോയിൽ നമുക്ക് മാക്സേഫ് സപ്പോർട്ടിങ് ചാർജറിൻ്റെ ഓപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ മാക്ബുക്ക് മാക്ബുക്ക് അല്ല ഐഫോണൊക്കെ നമുക്ക് ഈ മാക്സേഫ് വെച്ച് കഴിഞ്ഞാൽ പ്ലച്ചനെ തന്നെ ഒട്ടിച്ച് നോക്കൂലേ, ആ സെയിം ഓപ്ഷൻ ഐപാഡിൽ വരുന്നു കേൾക്കുന്നുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഐപാഡിന് ഈ പറഞ്ഞ മാജിക് കീബോർഡ് വെച്ചാലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ത്രൂ നമ്മുടെ ഈ പറഞ്ഞ മാജിക് കീബോർഡ് ത്രൂ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയതുകൊണ്ടാണ് ആ ഒരു ബാക്ക് പോർഷനിൽ പ്ലാസ്റ്റിക് വരുന്നത്. സ്റ്റീലോ അലൂമിനിയം ആയാൽ നമുക്ക് മാക്സേഫ് വെക്കാൻ പറ്റില്ല. കാരണം അറിയാം, ഈ പറഞ്ഞ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി വരുമ്പോൾ ആ ഒരു സ്റ്റീൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. സോ ഈ പറയുന്ന മാക്സീവ് സപ്പോർട്ടും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ്
ഈ ഒരു കീബോർഡ് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് ഒരു ഹിഞ്ച് ഉണ്ടാവും. നമ്മുടെ വാതിലിലൊക്കെ എന്താ പറയുക വിജാഗിരി പോലെ ചെറിയൊരു ഹിഞ്ച് ഉണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ആപ്പിൾ പെൻസിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആപ്പിൾ പെൻസിൽ എടുത്തു വെക്കുമ്പോൾ ചാർജും കയറും എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ചേഞ്ചസ് ഒക്കെ നമ്മുടെ മാജിക് കീബോർഡ് വരാനും ചാൻസ് ഉണ്ട്. ഇത്രയും നേരം നിങ്ങൾ കേട്ടപ്പോഴും പുതിയ പുതിയ ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞില്ലേ? സോ നമ്മുടെ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. വൈ നോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ 5ാമത്തെ പ്രോഡക്റ്റാണ് മാക് മിനി എന്ന് പറയുന്നത്. മാക് മിനിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഹ്യൂജ് ജമ്പ് കാണാൻ പറ്റില്ല. അൺലെസ് നമ്മുടെ ചിപ്പ് അല്ലാതെ നമുക്ക് M3 എന്ന് പറഞ്ഞ ചിപ്പ് മാത്രമായിരിക്കും മാക് മിനിയിൽ വരാൻ പോകുന്ന വേറെ ചേഞ്ച്. കാരണം മാക്കിലേക്ക് നോക്കുമ്പോൾ മാക് മിനിയിലേക്ക് നോക്കുമ്പോൾ Wi-Fi 6ഉം അതേപോലെ ബ്ലൂടൂത്തിൻ്റെ 5.3 എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടോപ്പ് നോച്ചായിട്ടാണ് ഈ പറയുന്ന മാക് മിനി കൊണ്ടുവരുന്നത്. സോ ചിപ്പ് അല്ലാതെ വേറെ ഒരു കാര്യവും മാക് മിനിയിൽ മാറാൻ പോകുന്നില്ല. ആൻഡ് മാക് മിനിയിൽ വരാൻ പോകുന്ന പ്രൈസിങ് നോക്കിയാൽ സെയിം ഇപ്പോൾ റിലീസായിരിക്കുന്ന ആ ഒരു മാക് മിനിയുടെ പ്രൈസ് തന്നെയായിരിക്കും ഇനിയും വരാൻ പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഐപാഡ് എയർ എന്ന് പറയുന്നത്. ഐപാഡ് എയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു M3യുടെ ഐപാഡ് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം പ്രോ വേരിയൻ്റ് പറയുന്നത് M3 ആയതുകൊണ്ട് തന്നെ ഐപാഡ് എയർ വരാൻ പോകുന്നത് M2 ചിപ്സെറ്റിലായിരിക്കും. ഐപാഡ് എയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ പറയാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ക്യാമറ ബമ്പിലേക്ക് വരുമ്പോൾ, ബാക്ക് സൈഡിലെ ക്യാമറ ബമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ iPhone 16 കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെറിയ പിൽ ഷേപ്പായിട്ടുള്ള ഒരു ക്യാമറ കട്ടൗട്ടായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഒരു സിംഗിൾ ക്യാമറ തന്നെയായിരിക്കും ഐപാഡ് എയറിലും നമുക്ക് വരുന്നത്. ഫ്രണ്ട് ഫേസിങ് ക്യാമറയും നേരത്തെ നമുക്ക് ഐപാഡ് M1 ഐപാഡ് M1 എയറിലുണ്ടായ സെയിം പോർഷൻ തന്നെ, അതായത് സ്ക്രീനിൻ്റെ പൊക്കത്ത് തന്നെയായിരിക്കും ഈ പറഞ്ഞ ഫ്രണ്ട് ഫേസിങ് ക്യാമറയും വരാൻ പോകുന്നത്. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് വേറെ കാര്യങ്ങളും മാറാനുള്ള ചാൻസ് ഇല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ തന്നെ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ വേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എബിൻ സേവിയ ഫ്രം എവിക്ക.